ഹലോ ഹായ് അസ്സാം വലൈക്കും. നമ്മൾ ഇപ്പോൾ രാവിലെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നമ്മൾ ഉറങ്ങി എണീറ്റ് ലേറ്റായി. അവസാനം ഇറങ്ങിയപ്പോൾ ഒരു 1 o'clock ആയി. നമ്മൾ ഇന്നലെ തൊട്ടിട്ടേ പ്ലാൻ ആക്കുന്നുണ്ട് എവിടെയെങ്കിലും പോയാലോ നാളെന്ന്. ബട്ട് എവിടെ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. പ്ലസ് ഈ മഴയും ഈ തണുപ്പൊക്കെ കാരണം കിടന്നുറങ്ങാനുള്ള ഒരു മൂഡായിക്കൊണ്ട് പോകാൻ തന്നെ ഒരു മൂഡുണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ റെഡിയായി ഇറങ്ങി നമ്മൾ. സോ മൈസൂർ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കണ്ട്, കാരണം ഇനിയിപ്പോൾ അതന്നെ വീണ്ടും പോയി കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്നാൽ ശരി ബാംഗ്ലൂർ പോവാമെന്നൊരു പ്ലാനൊക്കെ ഇട്ട് ഞങ്ങൾ അവസാനം ഇറങ്ങി. പെട്രോളൊക്കെ അടിച്ചു. പെട്രോളല്ല, ഡീസലായിരുന്നു അടിച്ചത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ പുതിയതായിട്ടൊരു കാറിൻ്റെ മ്യൂസിയം വന്നിട്ടുണ്ട്. പണ്ടത്തെ കാർ മ്യൂസിയം അല്ല, പണ്ടത്തെ കാറുള്ള മ്യൂസിയം വന്നിട്ടുണ്ട്. സോ അവിടെ പോയിട്ട് അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ സോ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് ട്രോളിയിട്ടൊക്കെ ഇങ്ങനെ പോയി. അവസാനം നമ്മൾ കാർ മ്യൂസിയം എത്തിയിരിക്കുന്നു. നമ്മൾ വിചാരിച്ചേക്കാളും അടുത്തായിരുന്നു ആക്ച്വലി. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്കാക്കി അങ്ങോട്ട് കുറച്ച് നടക്കാണ്ടായിരുന്നു. സോ അങ്ങോട്ടൊക്കെ നടന്ന് പോയി. പിന്നെ സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടി നടന്ന് അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. പിന്നെ ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് ഡയറക്റ്റ്ലി പോയി എടുക്കായിരുന്നു. പെർ പേഴ്സൺ 50 rupees. പിന്നെ ഇതൊക്കെ വായിച്ച് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കയറാൻ തോന്നുന്നുണ്ട്. ആദ്യം തന്നെ ഈ കാർ പുറത്തുണ്ടായിരുന്നു. ആൻഡ് ഇതിനെക്കുറിച്ച് എന്തൊക്കെ ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊന്നും വായിക്കാൻ നിന്നില്ല. ടിക്കറ്റൊക്കെ ഇവർ നോക്കുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ കൊടുത്തു. നമ്മൾ കയറി ഉള്ളിൽ. സോ കയറിയപ്പോൾ തന്നെ ഈ എവല്യൂഷൻ ഓഫ് ടയേഴ്സ് ആയിരുന്നു അവിടെ. സോ അതൊക്കെ നോക്കി കണ്ട് നടന്ന്. പിന്നെ ഫുൾ കോമഡി ആയിരുന്നു. ബിക്കോസ് എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. സോ ഇങ്ങനെ വെറുതെ ഇതൊക്കെ നോക്കി വായിച്ച് മൂവീസിലൊക്കെ കണ്ട ഒരു പരിചയമൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി നടന്നു. അങ്ങനെ പിന്നെ താഴെ നോക്കിയപ്പോൾ ഇതാ ഒരു വണ്ടി കിടന്ന് കറങ്ങുന്നു. മേലെ നോക്കിയപ്പോൾ ഒരു പല്ലക്ക് തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെ ഈ കാറൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. ഇവിടെ ഈ കാർസ് മാത്രമല്ല കേട്ടോ ഉള്ളത്, നമുക്ക് പണ്ടത്തെ തൊട്ടുള്ള ഇപ്പോൾ വരെയുള്ള ബൈക്സൊക്കെ അവിടെ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാനും അറിയാനൊക്കെ പറ്റിയൊരു പ്ലേസ്. പിന്നെ താഴെ മേലൊക്കെ ആയിട്ട് കുറേ ടൈപ്സ് ഓഫ് കാർസൊക്കെ ഇങ്ങനെ അവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഓരോ കാർസൊക്കെ നോക്കി നടന്ന് ഒരു നൂലില്ലാത്ത പട്ടം പോലെ ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അപ്പോഴാണ് കിളി പോയിട്ട് ഇവർ രണ്ടാളും നടക്കുന്നതാണ്. ഇവൻ ഏതോ വലിയൊരു കാറാ തോന്നുന്നുണ്ട്. ഇവനെ സെപ്പറേറ്റ് നിർത്തിയിട്ടുണ്ട്. പിന്നെ മേലൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ താഴോട്ട് പോയി. ഈ ഒരു കറങ്ങിയിട്ടുള്ള ഒരു സ്റ്റേ കേസിൽ കൂടെയാണ് നമ്മൾ താഴേക്ക് പോകേണ്ടത്. അത് കറങ്ങിയിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. താഴോട്ട് എത്താൻ കുറച്ച് ടൈം എടുത്തു. അങ്ങനെ താഴേക്കൊക്കെ എത്തിയപ്പോൾ അവിടെ നിന്ന് കുറേ കാർസൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ടൈപ്പ് കാർസാട്ടോ അവിടെ ഉള്ളത്. താഴെ കുറച്ച് ബൈക്സൊക്കെ വെച്ചിട്ടുണ്ട്. മേലെ സ്ഥലമില്ലാത്തതുകൊണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ വീണ്ടും കുറേ കാർസൊക്കെ ഉണ്ട്. പിന്നെ കാർ മ്യൂസിയത്തിൽ വന്ന കാർസ് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ കാർസൊക്കെ നോക്കി നടന്നു. ഈ മുംബൈയിലൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ടാക്സി കാർസും പിന്നെ നമ്മുടെ സ്വന്തം അംബാസഡറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കാറ് മാത്രമല്ല, ഈ വലിയ വലിയ ട്രക്കും ലോറികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കണ്ടില്ലേ, ഇവരൊക്കെ സെൽഫി എടുത്തു. പിന്നെ കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ മേലെ നിന്ന് കറങ്ങുന്ന കാറ് ഇതാ താഴെ നിന്ന് കണ്ടു. ഇതൊക്കെ എന്തോ കണ്ടിട്ട് ആർമിക്കാർ യൂസ് ചെയ്യുന്ന തോന്നുന്നുണ്ട്. പിന്നെ ഇതാ ഇത് നമ്മൾ ഇപ്പോൾ കാണുന്ന ടൈപ്പ് ഓഫ് കാർസ് ഒക്കെ ഉണ്ടായിരുന്നു. റെഡ് കാർ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ സ്വന്തം സ്കൂബി ഡൂ വാൻ അതുണ്ടായിരുന്നു. പിന്നെ യെല്ലോ കാർ ഉണ്ടായിരുന്നു. JCB ഉണ്ടായിരുന്നു. ഇതാ ഒരു കാറ് പാർട്സ് ആക്കി വെച്ചേക്കുന്നു. എല്ലാ പാർട്സും നമുക്ക് ഭയങ്കര വിസിബിൾ ആവുന്ന രീതിയിൽ അവർ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാം കണ്ട് ഇങ്ങനെ മതിമറിഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ആരും കാണുന്നില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ അവരെ തപ്പി ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ഇവിടെ കാർ മാത്രമല്ല ഉള്ളത്, വേറെ കുറേ പുരാതന സാധനങ്ങളുണ്ട്. അതൊക്കെ അവർ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് വേറൊരു സൈഡിലായിരുന്നു. അങ്ങനെ അതും കണ്ട്. പണ്ടത്തെ ക്യാമറ ഉണ്ടായിരുന്നു, പണ്ടത്തെ പേപ്പേഴ്സ് അവരെഴുതിയുന്ന ടൈപ്പ്, പിന്നെ ടൈപ്പ് പ്രിൻ്റർ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അവർ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ടായിരുന്നു. പണ്ട് യൂസ് ചെയ്തിരുന്ന മൂവിക്കൊക്കെ വേണ്ടി യൂസ് ചെയ്തിരുന്ന പ്രൊജക്ടർ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എന്തൊക്കെയോ അറിയാത്ത കുറേ മെഷീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതാ കുറേ ടൈപ്പ് ഓഫ് ഗൺസും പിന്നെ വാളുകളും ഒക്കെ. നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. ആ സെക്ഷനിൽ നിന്ന് നമ്മൾ കയറി ആ ഒരു സൈഡിലേക്ക് തന്നെ തിരിച്ചെത്തി. അങ്ങനെ ഇതാ ഇവിടെ നോക്കിയപ്പോൾ എക്സിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാർ മ്യൂസിയം ഒക്കെ കണ്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങി. നമ്മളിതാ തിരിച്ച് നടന്ന് കാറിലേക്ക് പോകുന്നു. നിങ്ങൾ ഒരാളെ തിരിഞ്ഞു നോക്കി ടാറ്റ തരൂ. ഇനിയും കുറേ വിശേഷങ്ങളുണ്ട്, അതൊക്കെ കാണാൻ പാർട്ട് 2ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ടിൽ ദെൻ ബൈ ഫ്രം മീ.